അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വാക്കുതർക്കം. റഷ്യയുമായുള്ള വെടിനിർത്തലിന് യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വാഗ്വാദത്തിലേക്ക് നയിച്ചത്. കൊലയാളി പുടിനുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി. ഇത് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയായിരുന്നു. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇരുവരും ചൂടേറിയ വാഗ്വാദങ്ങളിലേക്ക് കടന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ നടന്ന ചർച്ചയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് മൈക്ക് വാൻസും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്നും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ചാണ് അദ്ദേഹം ചൂതാട്ടം കളിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇത് തന്റെ രാജ്യത്തോട് കാണിക്കുന്ന അനാദരവാണെന്നും ട്രംപ് പറഞ്ഞു. ഞങ്ങൾ നിങ്ങൾക്ക് $350 ബില്യൺ നൽകി. ഞങ്ങൾ നിങ്ങൾക്ക് സൈനിക ഉപകരണങ്ങൾ നൽകി. ധാരാളം പിന്തുണയും നൽകി. ഞങ്ങളുടെ സൈനിക ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതിനു മറുപടിയായി താൻ ഇതേ വാക്കുകൾ തന്നെയാണ് പുടിനിൽ നിന്നും കേട്ടിട്ടുള്ളതെന്നാണ് സെലൻസ്കി പറഞ്ഞത്. ആളുകൾ മരിക്കുകയാണ്. നിങ്ങൾക്ക് സൈനികരുടെ എണ്ണവും കുറവാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എനിക്ക് വെടിനിർത്തൽ വേണ്ട എന്നും എനിക്ക് യുദ്ധം തുടരണമെന്നും പറയുന്നു. നിങ്ങളിപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഞാൻ ഇവിടെയുണ്ട്. ഞാൻ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാണെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ കൊലയാളിയായ പുടിനോട് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന പക്ഷത്തിൽ തന്നെ സെലൻസ്കി ഉറച്ചുനിന്നു. ചർച്ചയിലുടനീളം ട്രംപ് സെലൻസ്കിയെ കുറ്റപ്പെടുത്തുന്നതായി കാണാം. വാഗ്വാദങ്ങൾക്കൊടുവിൽ കരാറിൽ ഒപ്പിടാതെ സെലൻസ്കി മടങ്ങി. പിന്നാലെ സെലൻസ്കി ഓഫീസിനോട് അനാദരവ് കാട്ടിയെന്നും സമാധാനത്തിന് തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചുവരാമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.